അമ്മ ഈ ന്യൂസ് ചാനലൊന്നും കാണലില്ല. ന്യൂസ് ചാനൽ ഞാൻ ആ സ്ഥിരം കണ്ടോണ്ടിരിക്കുന്ന ആ സീരിയല് എന്ത് രസം അറിയോ? ഞാൻ സീരിയൽ തീരെ കാണലില്ല. ഓളിപ്പോഴേ എന്നാ എനിക്ക് അമ്മച്ചോക്ക് ഓൾ എന്തായിന്നറിയാലോ. സഹിക്കൂലേ? അതൊന്നല്ലടാ. ഇതല്ലേ ആ ഓളപ്പുറത്തെ ആ പെൺകുട്ടീനെ കണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയണല്ലോ. അന്നത് തന്നെ. ആ കണ്ടാ ഇങ്ങനെ സഹിക്കും. സഹിക്കുന്നു. അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ അതിനകത്ത് സീരിയലിലൊക്കെ ഉള്ളത്. പണിയൊക്കെ കഴിഞ്ഞാ? വൈകുന്നേരത്തെ ചപ്പാത്തി ഉണ്ടാക്കിയോ? അപ്പൊ അതിന്റെ കറിയോ? രാത്രി ഉണ്ടാക്കിയ പോരാ, ഇപ്പൊ പോയി ഉണ്ടാക്ക്. അതെ, ഇത് അമ്മയ്ക്ക് തന്നെ പറ്റുള്ളൂ, എനിക്ക് പറ്റില്ല. നീയൊന്നും നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അതൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചാ പോരെ? അവൾക്കൊരു സഹായാവില്ലേ? എന്ത് സഹായം? അല്ലടാ, നമുക്കേ ഒന്ന് അമ്പലത്തിൽ വരെ പോണം. ഞാനൊരു വഴിപാട് നേർന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് അങ്ങോട്ട് ഡ്രസ്സ് മാറിയാലോ? അവളെ എന്തിനാ വിളിക്കണേ? അവളും പോന്നോട്ടെ. വേണ്ട, അവൾക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ഞാൻ ഡ്രസ്സ് മാറാം. നീ നിന്റെ ഡ്രസ്സൊക്കെ മാറി ഒന്ന് റെഡി ആവാൻ നോക്കിയേ. വൈകുന്നേരം പോണം. എന്നാ ശരി. നീ എന്താടാ ഈ പെണ്ണുങ്ങളുടെ മാതിരി ഉള്ളിയും തോലിരിക്കുന്നത്? ഉള്ളി തോല് കളയുന്ന പെണ്ണുങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഏയ് അവളവിടെ പണിയെടുത്തോണ്ടിരിക്കല്ലേ, അപ്പൊ ഉള്ളി തൊലിഞ്ഞു കൊടുക്കാ വിചാരിച്ചു. അവക്ക് പിന്നെ അതന്നെയല്ലേ, അവൾക്ക് ഇഷ്ടമാണ് പണിയൊക്കെ എടുക്കാനായിട്ട്. അവൾ അങ്ങനെ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അവള് ചെയ്തോട്ടെ. നീ ഈ ഉള്ളി പൊളിക്കാനും ഒക്കെ ഈ ആരെങ്കിലും വന്ന് കണ്ടാ എന്തൊരു. പിന്നെ ഉള്ളി തിന്നാൻ ഉള്ളി പൊളിക്കുകയും ചെയ്യാ. നിന്നോട് പറയാൻ നിന്നെ കൊണ്ട് കഴിയില്ലേ. അല്ല, നമുക്ക് കല്യാണത്തിന് പോണ്ടേ? രാഘവേട്ടന്റെ മോളുടെ അതാണെങ്കിൽ അവരുടെ കാണുമ്പം പറയും ഇങ്ങനെ, ഒന്ന് വരണം കേട്ടോ. ഡേറ്റ് നാളെ. അതല്ലേ ഞാനിപ്പോ നേരത്തെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാ കല്യാണം ഉണ്ടല്ലോ എന്ന് ആലോചിച്ചേ. ഞാൻ 4-5 ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അല്ല, നമുക്ക് പോണ്ടേ? പോവാ. നമുക്ക് 3 കൂടിയിട്ടേ തലേ ദിവസം രാത്രി ആകുമ്പോ ഒന്ന് പോയാ പോരെ? അത് പോകുന്നൊക്കെ അങ്ങനെ മതി. ഇന്ന് വൈകിട്ട് പോയാ പോരെ? അതോ നാളെ? അത് ഇപ്പൊ എങ്ങനെ പോയാലും കുഴപ്പമില്ല. നമ്മൾ അവിടെ ഒന്ന് ചെന്നു എന്നുള്ളത് അവർക്ക് തോന്നിയാ മതി. അതിപ്പോ എന്താ വെച്ചാല് അച്ഛനുള്ള കാലം മുതലേ ഇങ്ങനെയുള്ള ഒരു ബന്ധമല്ലേ. അപ്പൊ നമ്മള് രണ്ടാളും ഒന്ന് പോയി അവിടെ പോയി ഒന്ന് തിരിച്ചിവിടെ വരാൻ ഒരു ലേശ സമയം, അത്രേ ഉള്ളൂ. അവളും പോന്നോട്ടെ, 3 കൂടി പോവാലോ. എന്തിനാടാ അവളെയും കൂടെ കൊണ്ടുപോണത്? അല്ല, എല്ലാരും കൂടി പോയാൽ എന്താ കുഴപ്പം? 3 പോണോണ്ട് എന്താ പ്രശ്നം? 3 പോകേണ്ട കാര്യമില്ല. എന്തിനാണ്? എന്നാ പിന്നെ ഞങ്ങള് 2 കൂടി പോവാ. അവളാണോ പോകേണ്ടത്? ഞാനല്ലേ ഇവിടെ കുറെ കാലമായിട്ട് ഇവിടെ താമസിക്കുന്ന ആള്. അപ്പൊ ഞാൻ പോയില്ലെങ്കിൽ രാഘവേട്ടൻ എന്ത് വിചാരിക്കും? അവള് വരണ്ട, അവക്ക് ഇവിടെ പണിയുണ്ട്. ഇതന്നെ പ്രശ്നം. അപ്പൊ നമ്മള് പിന്നെ അമ്മയും മോനും കൂടി പോയി കഴിഞ്ഞാൽ അവളേനെന്താ കൊണ്ടുവരാന്ന് ചോദിക്കും. അതൊന്നും ആര് ചോദിക്കില്ല. അവളെ കണ്ടിട്ടുണ്ടോന്ന് തന്നെ എനിക്ക്. എന്നാ ഇതും ചോദിക്കില്ല. ഞങ്ങള് പോയി കഴിഞ്ഞാൽ അമ്മ എന്താ വരാന്ന് ചോദിക്കില്ല. മോനെ, നീ വെറുതെ ഈ ഉടക്കുണ്ടാക്കാതെ കല്യാണത്തിന് പോകാനുള്ള വഴി നോക്ക്. അവൾ ഇവിടെ ഇരുന്നിട്ട് അവളുടെ പണി അവൾ എടുത്തോളൂ. ഇതിന്റെ കാര്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്താണ്? അതായത് അവളേനെ കൊണ്ടുപോകരുത്. അമ്പലത്തിൽ പോകുമ്പോ അവള് പാടില്ല. ഒരു TV കാണാൻ അവള് വന്നിരുന്നാ അത് സമ്മതിക്കില്ല. പിന്നെ കല്യാണത്തിന് പോവാൻ അവളേനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ഒരു കാര്യത്തിന് അവളേനെ അടുപ്പിക്കരുത്. ഇതല്ല സംഭവം. ഞാനിത് ഇന്നും ഇന്നലെയും കാണുന്ന എന്റെ അമ്മേനെ എനിക്ക് അറിയാൻ. അതൊന്നും അല്ല. ഇതേ അമ്മ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താ അറിയോ? എന്താണ്? അവളും നമ്മുടെ വീട്ടിലത്തെ ഒരു അംഗം തന്നെയാണ്. മാത്രല്ല, അവള് സ്വന്തം അമ്മേനേക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ട അമ്മേനെ.
അതുകൊണ്ടാണ് അമ്മ എന്ത് പറഞ്ഞാലും അവൾക്ക് മനസ്സിലാക്കാൻ കഴിവില്ലാഞ്ഞിട്ടൊന്നല്ല. അവൾ എന്നോട് ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. അമ്മ ഏത് നേരം എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്, പിന്നെ അല്ലെങ്കിൽ എന്നെ എവിടേക്കും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ളതൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവളത് എന്നോട് പറയാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നിന്നോട് എല്ലാ കാര്യവും വെറുതെ പറയണ്ടാവും. അതൊക്കെ അമ്മടെ തോന്നല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നോ ഇത് പറയേണ്ടതല്ലേ. ഇത് അവളത് അവളുടെ പക്വത കൊണ്ട് മിണ്ടാതിരിക്കുക. കാരണം അത് ഇനി ഒരു തലയോണ മന്ത്രമായിട്ട് വ്യാഖ്യാനിക്കണ്ട, അതുപോലെ തന്നെ ഇനി കുറ്റം പറഞ്ഞു കൊടുത്തു എന്ന് കരുതണ്ട എന്നൊക്കെ അവളുടെ നീ ബുദ്ധി. പറഞ്ഞു വരുന്നത് എനിക്ക് അവളെ മോളായിട്ട് കാണാൻ ഇഷ്ടമില്ല. മോളായിട്ട് കാണുന്നൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ മാത്രമായിരിക്കണം അമ്മയുടെ കൂടെ വരുന്നത്, അവള് പാടില്ല. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ അമ്പലത്തിൽ പോക്ക്, എവിടേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിലും പർച്ചേസിങ്ങിന് വേറെ എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലും ഒക്കെ അമ്മ അവള് വേണ്ട. ഇത് കുറെ തവണ കേൾക്കുമ്പോ എനിക്കും മനസ്സിലാവില്ലേ ഇത് തന്നെയാണ് സംഗതി എന്നുള്ളത്. അതായത് അമ്മായിയമ്മ പോര് എടുക്കണം എന്നൊരു ആഗ്രഹം ഉള്ളിലുണ്ട്, പക്ഷെ എടുത്തു കഴിഞ്ഞാൽ അത് ഞാനൊരു പോരടിക്കണ അമ്മായിയമ്മയാണല്ലോ എന്നുള്ളത് മറ്റൊരു മനസ്സിലാക്കുവോ എന്നുള്ള ആ ഒരു ചായപ്പിണ്ടല്ലോ, അതുകൊണ്ട് അതാണ് അമ്മ. പക്ഷെ അതൊന്നും അല്ലടാ. നീ ഓരോ വീട്ടില് കണ്ടിട്ടില്ലേ അമ്മായിമ്മമാര് വല്ലാതെ അങ്ങോട്ട് മരുമക്കളെ സ്നേഹിച്ചു കൊണ്ടിരുന്നാല് പിന്നെ അവര് നമ്മുടെ തലയിൽ കയറിയിട്ട് അപ്പൊ അത് അത്രയും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ലേശം മുന്നോട്ട് വെക്കുന്ന, വേറെ ഒന്നും അല്ല, എനിക്ക് അവളെ ഇഷ്ടം. അത് വേണ്ട. എന്തോ ഐഡിയ. ഇതൊക്കെ എവിടുന്നാണ് ഈ വൊക്കാബുലറി ഒക്കെ വരുന്നത്? സത്യം അങ്ങനെയാണ്, എനിക്ക് അവളെ ഇഷ്ടാണ്. അതെ 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 അതെ, എനിക്ക് മനസ്സിലായി കാര്യം. അതെ, ഞാൻ ഒരു കാര്യം തീർത്ത് പറഞ്ഞുതരാം. ഞാൻ ഇപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടാണ് എടുത്തതും പറയണതും. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് ഇനി കൂടി കൂടി പെരുകി പെരുകി വലിയൊരു ബോംബായി മാറരുത്. എല്ലാ മനുഷ്യർക്കും സഹനത്തിന് പരിധിയുണ്ട്. സഹിച്ച് സഹിച്ച് സഹിച്ചിട്ട് അതിന്റെ ഒരു പീക്ക് പീരീഡിൽ എത്തുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ട്, ഒരു ബ്ലാസ്റ്റിംഗ്. അതാണ് കുടുംബത്തിന്റെ തകർച്ച എന്ന് പറയുന്നത്. പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരാൾ ഒരാളുടെ അടിമയല്ല, ഒരാൾ ഒരാളുടെ മുകളിലും അല്ല താഴെയല്ല. അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള സ്ഥാനമുണ്ട്, മരുമകൾക്ക് മരുമകളുടേതായിട്ടുള്ള സ്ഥാനമുണ്ട്. ഓവർ സ്നേഹം അഭിനയിക്കുകയും വേണ്ട, ഓവറായിട്ട് ഒന്നും ഉണ്ടാവണ്ട. അതുപോലെ തന്നെ സ്നേഹത്തിന് കുറവും ഉണ്ടാവണ്ട. ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ സ്വയം തോന്നും. അവൾക്ക് തോന്നില്ലേ അവള് ഇന്നെങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ തോന്നിയിട്ട് അവളൊരു ദിവസം പൊട്ടിത്തെറിച്ച എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഈ അമ്മായിമ്മ മരുമകൾ ബന്ധം പോയില്ലേ? അപ്പൊ എപ്പോഴും എല്ലാത്തിനും ഒരു മിതത്വം ഉണ്ടാവുക, എല്ലാത്തിലും ഒരു 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 എന്താ ഒരു പക്വത പാലിക്കുക. ഇത് അമ്മ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ട പാടാണ്, ഇത് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരും. ഒരു പക്ഷെ അമ്മയ്ക്ക് എന്നോടുള്ള മകനോടുള്ള സ്നേഹം കൊണ്ട് കൂടുതൽ കൊണ്ടായിരിക്കും ഇങ്ങനെ. ഞാനിപ്പോ എനിക്കൊരു മാറ്റി പറയുമ്പോഴേ അവൾക്ക് ഇനി എന്നോട് ഇഷ്ടക്കേടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തോന്നും. ഒരു ഇഷ്ടക്കേടോ അമ്മയോട് ഇല്ല. എന്താ ഇത്ര കാലം മനസ്സിലായില്ലേ? അമ്മയുടെ പ്രശ്നം അവൾക്ക് ഇഷ്ടക്കേട് അതല്ല, ഇതല്ല. അമ്മയ്ക്ക് മകനോടുള്ള ഓവർ സ്നേഹം. അവൻ എപ്പോഴും ഇങ്ങനെ കിട്ടാം. ഞാൻ ഉള്ള കുട്ടിയല്ല ഏത് നേരത്തും ഇങ്ങനെ മടിയിൽ വെച്ച് കൊണ്ട് നടക്കാൻ. ഒരുവിധ എല്ലാ അമ്മമാർക്കും കാണുന്ന ഒരു സംഭവമാണ് ഈ ആൺമക്കളോടുള്ള ഒരു പൊസസീവ്നെസ്. അതായത് മരുമക്കള് പെൺകുട്ടികൾ വീട്ടിലേക്ക് കയറി വന്നാൽ പിന്നെ അവിടെ മുതൽ ഈ മകൻ നഷ്ടപ്പെടുവോ, മകൻ അമിതമായിട്ട് ഇനി അവളെ സ്നേഹിക്കുവോ, മകൻ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോവോ എന്നൊക്കെ അമ്മമാർക്ക് തോന്നുന്ന ഒരു പൊസസീവ് മൈൻഡ് ഉണ്ട്. അതാണ് അമ്മയ്ക്കുള്ളത്. അതങ്ങോട്ട് എടുത്ത് കളയുക. ഞാൻ അവളെന്നെ സ്നേഹിച്ചാലും അവൾ എന്നെ സ്നേഹിച്ചാലും അമ്മ അമ്മയല്ലാതെ ആവില്ല. അമ്മയോടുള്ള സ്നേഹം കുറയേയില്ല. അങ്ങനെയല്ല, അന്ന് ഞാൻ അവളെ വിളിച്ചാലോ, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോയാലോ? ഇതാദ്യം ആവാലോ. ഇന്റെ ഈ പിന്നെ വായ്പാട്ട് കേൾക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? മോശമില്ലല്ലോ, ഒരു മോശമില്ല. വിളിച്ചോളെ. മോളെ മോളെ. എന്താ അമ്മേ? അങ്ങോട്ട് വാ. എന്താ അമ്മ? നീ എന്ത് എവിടെ ഇരുന്നു? ഞാനവിടെ ആ വിറകൊക്കെ ഒന്ന് ചെയ്യായിരുന്നു. അല്ല, നമ്മളെ ആ രാഘവേട്ടന്റെ വീട്ടിലെ മോളുടെ കല്യാണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൂന്നാളും കൂടെ പോണ കാര്യം ഞാൻ മോനോട് പറയുമായിരുന്നു. എന്നാ? അത് നാളെ പോണം. നമുക്ക് ഇന്ന് വൈകുന്നേരം പോയാലോ? അല്ലേ? ഇന്ന് വൈകിട്ട് പോവാണെങ്കിൽ നാളെ പോവാം. എന്നാലും നമ്മുടെ ഇന്നാള് മോൻ വാങ്ങിയില്ലേ ഒരു നല്ല സാരി വാങ്ങിയില്ലേ, ഒരു ചുവപ്പ് കളറില് പച്ച ബോർഡറൊക്കെ ആയിട്ട്, എന്നാ അത് കൊടുത്തോട്ടാ. അപ്പൊ അമ്മയ്ക്ക് ഏതാ ഇസ്തിരിട്ടെ? അമ്മയ്ക്ക് ആ കൂടെ ഒരു സാരി വാങ്ങിയില്ലേ?
ആ ഒരു വെള്ളയില് ഒരു പുള്ളിയില്ല. ആ പുള്ളിയുള്ള എന്നാ അതും കൂടെ ഇസ്തിരി ഇട്ടാ നമുക്കെന്നാ പോവാം. ഞാൻ ഈ ഡ്രസ് തന്നെ ഇട്ടാ പോലെ. അല്ലല്ല അതുപോലെ അതുപോലെ. ഞാൻ ഇസ്തിരി ഇടാം. പിന്നെ ശരി എന്നാ. അപ്പൊ നോക്കിയത് ഒരു കാര്യം, എന്റെ ഉള്ളി നന്നാക്കൽ പകുതിയായിട്ടുണ്ട്, ബാക്കി അമ്മ നന്നാക്കിക്കോളാ പറഞ്ഞ കാരണം ഞാൻ ആ വേണ്ട 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 അല്ല അല്ല അമ്മ എന്നെ ഏൽപ്പിച്ച് ഞാൻ പോവാ. ശരി അത് വേണ്ട, അമ്മ പോ, ഞാൻ ചെയ്തോളാം. അത് മതി. എന്നാ ഞാനും അങ്ങോട്ട് ആ. ശരി.